കെനിയയുടെ തലസ്ഥാന നഗരമായ നെയ്റോബി. അവിടെയുള്ള പോലീസ് ചെക്ക് പോസ്റ്റിനു സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും 9 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അവിടെ നിന്നും 100 മീറ്റർ മാത്രമാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടും അധികൃതർ ആരും ഇതറിഞ്ഞില്ല എന്നത് വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. എന്നാൽ 3 ദിവസത്തിനു ശേഷം സമീപത്തെ ബാറിൽ നിന്നും പ്രതിയായ കോളിൻസ് ജുമൈസി ഗലുഷിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക പരമ്പരയുടെ കൂടുതൽ വിവരങ്ങൾ ചുരുളഴിഞ്ഞത്. ഭാര്യയെ അടക്കം 42 സ്ത്രീകളെയാണ് ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കൊലപാതക പരമ്പര പുറത്തുവരുന്നത്. 2022 പ്രതിയായ ജുമൈസി ഗലുഷി ആദ്യ കൊലപാതകം നടത്തുന്നത്. സ്വന്തം ഭാര്യയെ തന്നെയാണ് ആദ്യം വകവരുത്തിയത്. ഈ വർഷം ജൂലൈ 11 വരെ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പ്രതിയുടെ കൊലപാതക പരമ്പരയുടെ ചുരുളുകൾ അഴിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 18നും 30നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത്. പ്രണയം നടിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ദേഹത്ത് വലിയ മുറിവുകൾ ഉണ്ടാക്കി മൃതദേഹം മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിക്കും. അഴുകിയ നിലയിൽ ചാക്കിൽ കെട്ടിത്താഴ്ത്തിയ 9ഓളം മൃതദേഹങ്ങളാണ് പോലീസ് കണ്ടെടുത്തത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകൾ, തിരിച്ചറിയൽ കാർഡുകൾ, ഇരകളെ കൊല്ലാൻ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന വെട്ടുകത്തി, റബ്ബർ കയറുകൾ, സെല്ലോ ടാപ്പ് റോളുകൾ, മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച വിധത്തിലുള്ള നൈലോൺ ചാക്കുകൾ എന്നിവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട സ്ത്രീകളുമായി പണമിടപാടുകൾ നടത്തിയതിന്റെ തെളിവുകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കൊലയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും നെയ്റോബി പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.